ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, കരുണാമയനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ ഇതേവരെ വന്നുപോയിട്ടുള്ള എല്ലാ പാപങ്ങളും പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. വിശുദ്ധ ഖുർആനിലെ സ്ത്രീകൾ എന്ന അധ്യായമാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. അതിലെ 5-ാമത്തെ ആയത്താണ് നമ്മൾ പാരായണം ചെയ്തു കേട്ടത്. ഒരായത്ത്. ഈ ആയത്തിലുള്ള പരാമർശം, ഈ ആയത്തിൽ ചർച്ച ചെയ്യുന്നത് പ്രധാനമായും ഒരു കാര്യം, അഥവാ നമ്മളുടെ അനന്തരാവകാശം അല്ലെങ്കിൽ നമ്മുടെ ആശ്രിതം അല്ലെങ്കിൽ നമ്മളുടെ സംരക്ഷണയിൽ കഴിയുന്നവർ, അവരുടെ കൈകളിലേക്ക് നമ്മൾ എപ്പോഴാണ് സമ്പത്ത് ഏൽപ്പിച്ചു കൊടുക്കേണ്ടത്? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വലാ തുഖ്തു സുഫഹാഅ അംവാലക്കും അല്ലതി ജഅലല്ലാഹു ലക്കും ഖിയാമൻ. അല്ലാഹു നിങ്ങളുടെ നിലനിൽപ്പിന് ആധാരമായി നിശ്ചയിച്ചു തന്നിരിക്കുന്ന സമ്പത്ത്, ആ സമ്പത്തിനെ കാര്യവിചാരമില്ലാത്തവർക്ക് നിങ്ങൾ കൈവിട്ടു കൊടുക്കരുത്. ആണിനും പെണ്ണിനും കാര്യവിചാരം എത്താതെ നിങ്ങൾ അവരുടെ കൈകളിലേക്ക് നിങ്ങളുടെ സമ്പത്തിനെ നിങ്ങൾ വിട്ടുകൊടുക്കരുത്. അള്ളാഹു നിങ്ങളുടെ നിലനിൽപ്പിന് ആധാരമാക്കി തന്ന ആ സമ്പത്തിനെ നിങ്ങൾ വിട്ടുകൊടുക്കരുത്. പിന്നെ എപ്പോഴാണ് നിങ്ങൾ വിട്ടുകൊടുക്കേണ്ടത്? വിട്ടുകൊടുക്കേണ്ടത് അവര് ഒന്നുകിൽ പ്രായപൂർത്തിയാകുക, അതല്ലെങ്കിൽ അവര് കാര്യബോധമുള്ളവരായി തീരുക. നമ്മൾ നിരീക്ഷിക്കുമ്പോൾ മനസ്സിലാകും, ആട് കൊള്ളാം, കുഴപ്പമില്ല, എല്ലാ കാര്യങ്ങളും ഉത്തരവാദിത്തത്തോടെ, നമ്മളെക്കാൾ നല്ല കഴിവും നല്ല മിടുക്കുമുള്ളവനാണ് നല്ല മോൻ. അല്ലെങ്കിൽ നമ്മുടെ കൂട്ടത്തിൽ കഴിയുന്നവർ നമ്മൾ കൊടുക്കുന്ന എന്തും സമ്പത്ത് അത് അന്യാധീനപ്പെട്ടു പോവുകയില്ല എന്ന് നമുക്ക് ബോധ്യമുണ്ടെങ്കിൽ ആ ബോധ്യമുള്ള സമയത്താണ് അവരുടെ കൈകളിലേക്ക് അത് ഏൽപ്പിച്ചു കൊടുക്കേണ്ടത്. സാധാരണ നമ്മളും അങ്ങനെയാണല്ലോ ചെയ്യാറ്. കൊച്ചുകുട്ടികളെ ഒന്നും നമ്മൾ സമ്പത്ത് ഏൽപ്പിക്കാറില്ലല്ലോ. അവന്റെ മുതലല്ലേ, അവൻ കൊണ്ടുപോയി എങ്ങനെയെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊള്ളട്ടെ എന്ന് പറഞ്ഞുകൊണ്ടിട്ട് നമ്മൾ ഏൽപ്പിക്കാറില്ല. അങ്ങനെ ഏൽപ്പിച്ചാൽ എന്താവും? തന്റെ കയ്യിലുള്ളത് മുഴുവൻ എന്താവും? കാലിയായി. അവനത് കൊണ്ടുപോകും, അടിച്ചു പൊളിച്ച് ജീവിക്കും. നാളത്തേക്ക് വേണ്ടി എന്ന് പറഞ്ഞ് ഒന്നും കരുതുകയില്ല. ഉള്ളത് നശിപ്പിക്കും, പിന്നെ കടം വാങ്ങിക്കും, പിന്നെ പലിശയ്ക്ക് വാങ്ങിക്കും, പിന്നെ ഇടാകുറയിൽ ചെന്ന് വീഴും, അങ്ങനെ പലതും വാങ്ങും. അപ്പോ നമ്മളുടെ സമ്പത്ത് അത് ഉപയോഗപ്പെടുത്താൻ നമ്മുടെ മക്കൾ അല്ലെങ്കിൽ നമ്മുടെ അധീനതയിലുള്ളവർ അല്ലെങ്കിൽ നമ്മുടെ സ്ത്രീകൾ അവർ കാര്യവിചാരവും കാര്യബോധവും എത്തിയിട്ടുണ്ട് എന്ന് നമ്മൾക്ക് ബോധ്യപ്പെട്ടാലാണ് നമ്മൾ അവരുടെ കൈകളിലേക്ക് സമ്പത്തുകളെ ഏൽപ്പിച്ചു കൊടുക്കേണ്ടത്. അല്ലാത്തിടത്തോളം കാലം അല്ലാഹു പറഞ്ഞു, വർസുഖൂഹും ഫീഹാ, നിങ്ങൾ അതിൽ നിന്ന് അവർക്ക് ഭക്ഷിക്കാനുള്ളത് നിങ്ങൾ അവർക്ക് കൊടുത്തുകൊള്ളുക. വഖ്സൂഹും, അതുപോലെ തന്നെ അവർക്ക് ധരിക്കാൻ ഉടുക്കാനുള്ള വസ്ത്രവും നിങ്ങൾ അവർക്ക് അതിൽ നിന്ന് കൊടുത്തുകൊള്ളുക. വഖൂലൂ ലഹും ഖൗലൻ മഅറൂഫ, അവരോട് നല്ല വാക്കുകൾ നിങ്ങൾ പറയണം. ചിലര് പറയും, എന്നിട്ടുള്ള ഇതാ, എന്തിനാ അത് വെച്ച് കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുന്നത്? എന്റെ സമ്പത്തി, എന്റെ ഓഹരി എനിക്കിതാ, അത് എനിക്ക് അവകാശപ്പെട്ടതല്ലേ? ഇങ്ങനെ ചിലപ്പോൾ കയർത്തും വിരോധിച്ചും ദേഷ്യപ്പെട്ടും ഒക്കെ അവര് പെരുമാറിയെന്ന് വരാം. അല്ലാഹു പറയുകയാണ്, അവരോട് നിങ്ങൾ നല്ല വാക്ക് പറയണം. നല്ല വാക്ക് പറയണം. ഒരു വട്ടത്തെ ഒരു ദേഷ്യത്തിന്റെ പേരിൽ എടുത്തു ചാടി എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നശിച്ച് നാമാവശേഷമായി പോകും. അപ്പൊ അവിടെ എന്ത് ചെയ്യണം? ക്ഷമ അവലംബിക്കുകയും അവരോട് നല്ല സ്നേഹത്തോടെയുള്ള നല്ല പെരുമാറ്റവും നല്ല വർത്തമാനങ്ങളും നിങ്ങൾ പറയണം. നോക്കൂ, നിങ്ങൾ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എത്ര സരളമായിട്ടാണ് നമ്മളുടെ കൈകളിലേക്ക് അള്ളാഹു നൽകിയിരിക്കുന്ന സമ്പത്തിനെ വിനിയോഗിക്കാൻ, അതിന്റെ അവകാശികളായിരുന്നിട്ട് പോലും എങ്ങനെയാണ്, എപ്പോഴാണ് അതിനെ വിനിയോഗിക്കാൻ കൊടുക്കേണ്ടത്, എങ്ങനെയാണ് വിനിയോഗിക്കേണ്ടത്, അതിന്റെ മാർഗത്തിനെ പറ്റിയാണ്
അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പ്രതിപാദിച്ചത്. മഹാനായ അബൂ ഉമാമ റളിയല്ലാഹു തആല അവർക്ക് നിവേദനം ചെയ്യുന്ന ഹദീസ് കേട്ടോളൂ. അബൂ ഉമാമ റളിയല്ലാഹു തആല പറയുകയാണ്, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ ഒരു വയോവൃദ്ധനായ ഒരാൾ വന്നു. അയാൾ വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, എനിക്ക് ആൺമക്കളില്ല, എനിക്കുള്ളത് പെൺമക്കളാണ്. അവർ അവരുടെ ഓഹരിയും വിഹിതവും ആവശ്യപ്പെടുന്നു. ഞാൻ എന്ത് ചെയ്യണം? അവർ സ്ത്രീകളാണ്. അവരിലേക്ക് സമ്പത്ത് ഏൽപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാകുമെന്ന് എനിക്കറിയുകയില്ല. ഞാൻ എന്ത് ചെയ്യണം? ഞാൻ വല്ലാത്ത ബേജാറിലാണ്, വല്ലാത്ത വിഷമസന്ധിയിലാണ് എന്ന് ആ വൃദ്ധനായ ആള് വന്ന് ചോദിച്ചപ്പോ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രണ്ട് കാര്യങ്ങൾ ചോദിച്ചു. ഒന്ന്, അവർ പ്രായപൂർത്തിയായവരാണോ എന്ന് ചോദിച്ചു. രണ്ട്, അവര് കാര്യപ്രാപ്തി ഉള്ളവരാണോ എന്ന് ചോദിച്ചു. കാര്യശേഷി ഉള്ളവരാണോ, മിടുക്കുള്ളവരാണോ, കൈകാര്യം ചെയ്യാൻ അറിയാവുന്നവരാണോ, എങ്ങനെയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു. അപ്പോഴദ്ദേഹം വിശദീകരിക്കുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അവര് കാര്യപ്രാപ്തി എത്തിയിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് അവരുടെ കൈകളിലേക്ക് അവരുടെ വിഹിതത്തിനെ, അവരുടെ സമ്പത്തിനെ നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കും. അല്ലാത്ത പക്ഷം അവർക്ക് നിങ്ങൾ ചെലവിന് കൊടുത്തുകൊണ്ടിരിക്കും. അവർക്ക് അവരുടെ വസ്ത്രവും അവരുടെ ആവശ്യങ്ങളും ഒക്കെ നിങ്ങൾ നിറവേറ്റി കൊടുത്തുകൊണ്ടിരിക്കും. ഒപ്പം നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ നല്ല വർത്തമാനം അവരോട് പറഞ്ഞുകൊണ്ടേയിരിക്കുക എന്ന് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതാണ് ഖുർആനിന്റെ കൽപ്പന എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി. അബൂ മൂസ റളിയല്ലാഹു തആല നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സലാസത്തുൻ യദഊനല്ലാഹ ഫലാ യുസ്തജീബു ലഹു. മൂന്ന് കൂട്ടർ ദുആ ചെയ്യും, ആ ദുആ അല്ലാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുകയില്ല. മൂന്നാളുകൾ ദുആ ചെയ്യും, ആ മൂന്ന് കൂട്ടരുടെ ദുആയും അല്ലാഹു സ്വീകരിക്കുകയില്ല. അതിലേതാണ് ഒരു കൂട്ടർ? ഒന്നാമത്തെ കൂട്ടർ റജുലുൻ ലഹു ഇംറഅത്തുൻ സയ്യിഅ, സയ്യിഅത്തുൽ ഖുൽഖി ഫലം യുതല്ലിഖ്ഹ. വളരെ മോശപ്പെട്ട ഒരു സ്ത്രീ, തന്റെ ഭാര്യയാണ്, ആ മോശപ്പെട്ട ഒരു സ്ത്രീ തന്നോടൊപ്പം കഴിയുന്നു. അങ്ങനെയുള്ള ആ സ്ത്രീയെ, തന്റെ ദീനിനെ പോലും ഒരുപക്ഷെ നശിപ്പിച്ചു കളയാവുന്ന മോശ സ്വഭാവക്കാരിയായ ഒരു സ്ത്രീ തന്റെ ഭാര്യയായി തന്റെ അധീനതയിൽ കഴിയുന്നിടത്തോളം കാലം ആ മനുഷ്യന്റെ ദുആ അല്ലാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുകയില്ല. നഊദുബില്ല. രണ്ടാമത്തത് വറജുലുൻ അഅത മാലഹു സബീഹൻ. ഒരു ബുദ്ധിയോ ഒരു കഴിവോ ഒരു പ്രാപ്തിയോ ഇല്ലാത്ത മക്കളുടെ കയ്യിലേക്ക് സമ്പത്തുക്കളെ യഥേഷ്ടം എടുത്തു കൊടുത്ത പിതാവ്, അയാളുടെ ദുആയും അല്ലാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുകയില്ല. മൂന്നാമത്തത് വറജുലുൻ കാന ലഹു അലാ റജുലിൻ ദൈനുൻ ഫലം യശ്ഹദ് അലൈഹി. ഒരാൾക്ക് മറ്റൊരാളോട് കടമുണ്ട്, പക്ഷേ ആ കടം വീട്ടാൻ അയാൾ തയ്യാറല്ല. ആ കടം വീട്ടണം എന്നുള്ള മനസ്സും അദ്ദേഹത്തിനില്ല. അങ്ങനെയുള്ളിടത്തോളം കാലം, ആ മനസ്സുള്ളിടത്തോളം കാലം അയാളുടെ ദുആയും അല്ലാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുകയില്ല. അല്ലാഹ് കാത്തുരക്ഷിക്കുമാറാകട്ടെ. ദുആ സ്വീകരിക്കപ്പെടാതെ പോകുന്ന വേറെ കാര്യങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ വളരെ പ്രധാനപ്പെട്ട 3 കാര്യങ്ങളാണ് ഇവിടെ സൂചിപ്പിച്ചത്. ഒരു സംഭവം കൂടെ കേട്ടോളൂ. ഇബ്നു ഉമർ റളിയല്ലാഹു തആല, അതായത് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മകൻ പറയാണ്, വളരെ കൊച്ചുകുട്ടിയായിരുന്നപ്പോൾ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി സഹവസിക്കാൻ, തങ്ങളുടെ അടുക്കൽ നിന്ന് ഇൽമുകൾ പഠിക്കാൻ ഭാഗ്യം കിട്ടിയ ആളാണ് ഇബ്നു ഉമർ റളിയല്ലാഹു തആല. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു ഒരു സംഭവം പറയുകയാണ്. ഞാൻ ഉഹദ് യുദ്ധം നടക്കുന്ന സമയത്ത് എനിക്ക് 14 വയസ്സായിരുന്നു. ഈ സമയത്ത് ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, തങ്ങളെ ഞാനും ഉഹദിലേക്ക് വരട്ടെയോ, എനിക്ക് അനുവാദമുണ്ടോ ശത്രുക്കൾക്കെതിരിൽ പോരാടാൻ? പക്ഷേ എനിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനുവാദം തന്നില്ല. കാരണം രണ്ടാംഗണത്തിൽ പോരാടുക എന്ന് പറയപ്പെടുന്നത് വളരെ ഉത്തരവാദിത്തപ്പെട്ട ഒരു ജോലിയാണ്, ഒരു ചുമതലയാണ്.
രണ്ടാമത് അടുത്തത് ഉഹദ് കഴിഞ്ഞിട്ട് പിന്നീട് ഖന്ദഖാണ് നടന്നത്. ആ സമയത്ത് എനിക്കന്ന് 15 വയസ്സാണ്. ആ സമയത്ത് ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, തങ്ങളെ എനിക്ക് അനുവാദമുണ്ടോ, ഖന്ദഖിലേക്ക് വരാൻ എനിക്ക് അനുവാദമുണ്ടോ? എനിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനുവാദം തരികയുണ്ടായി. കാരണം എന്തായി? എനിക്ക് പ്രായപൂർത്തിയായി, എനിക്ക് കാര്യപ്രാപ്തിയായി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ബോധ്യപ്പെട്ടപ്പോഴാണ് എനിക്ക് അവിടേക്ക് പോകാൻ, ആ വലിയ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ എനിക്ക് അനുവാദം നൽകിയത്. അപ്പൊ അതുകൊണ്ട് കളിപ്പിള്ളാരുടെ കൈകളിലേക്ക് ചുമ്മാ വാരി വലിച്ച് സമ്പത്തുക്കളും അതുപോലെ തന്നെ ആവശ്യമില്ലാത്ത പൈസകൾ കൊടുക്കരുത്. ഇതങ്ങനെയാണല്ലോ മാതാപിതാക്കൾ. മക്കൾ ചോദിക്കുന്നതെല്ലാം എന്താവശ്യപ്പെട്ടാലും കടമായാലും ഇടമായാലും വാങ്ങി ആണിന്റെയും പെണ്ണിന്റെയും കയ്യിലേക്ക് ഇഷ്ടം പോലെ പണം കൊടുക്കുകയാണ്. അതുകൊണ്ട് എന്താ സംഭവം? വലിയ അപകടങ്ങളിലേക്കും വലിയ വലിയ കുറ്റകൃത്യങ്ങളിലേക്കും മക്കൾ പോകുന്ന സാഹചര്യമുണ്ട്. മാതാപിതാക്കളും വിഷമിച്ചിരിക്കുകയാണ്. കൊടുത്തില്ല എങ്കിൽ വലിയ പ്രശ്നമാണ്. നമ്മൾ കേൾക്കുന്നില്ലേ, 15 വയസ്സുകാരൻ 13 വയസ്സുകാരൻ ഗെയിം കളിച്ചുകൊണ്ടിരുന്ന മൊബൈലിൽ പിടിച്ചു വാങ്ങിച്ചപ്പോൾ തൂങ്ങി മരിച്ചു കളഞ്ഞു, ജീവനൊടുക്കി കളഞ്ഞു. എന്തെല്ലാം കഥകൾ നമ്മൾ കേൾക്കുന്നു. കൊച്ചുകുട്ടികൾ പോലും. അപ്പൊ അതിന് നമ്മൾ വളരെ ചെറുപ്രായത്തിൽ തന്നെ തർബീയത്ത് കൊടുത്ത് നല്ല ശീലങ്ങൾ, നല്ലവരുമായിട്ടുള്ള സഹവാസവും നല്ല ഉപദേശവും, നല്ലവരുമായിട്ടും നല്ല കുട്ടികളുമായിട്ടുള്ള കൂട്ടുകൂടലും ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണമെന്ന് പറയുന്നത് ഇതുകൊണ്ടിട്ട് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് ഒരു കാരണവശാലും കാര്യപ്രാപ്തി എത്താത്ത നമ്മുടെ മക്കളുടെ കൈകളിലേക്ക് അനാവശ്യമായ സ്വത്തുക്കൾ അല്ലെങ്കിൽ സമ്പത്തുക്കൾ, പൈസകൾ അവരുടെ കൈകളിലേക്ക് കൊടുക്കരുത്. അത്തരത്തിൽ വലിയ വിഷമസന്ധിയിൽ അവർ പെടുത്തുകയാണെങ്കിൽ നല്ല നല്ല വർത്തമാനങ്ങൾ അവരോട് പറയും, ക്ഷമിക്കും, നല്ല വർത്തമാനങ്ങൾ പറയും. അതാണ് ഈ ആയത്തിന്റെ സന്ദേശം.